വളർന്നു സ്വപ്നം വിടർന്നു എന്ന ഗാനവുമായി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ബേഗൂർ, ബാംഗ്ലൂർ. ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെ സർവചരാചരങ്ങളും മനുഷ്യനും ആഘോഷിക്കുന്നു. ഈ സുദിനത്തിൽ ആ ക്രൈസ്തവ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ കുറേ കുഞ്ഞുങ്ങൾ ഒരുമിച്ചുകൂടി
അവർക്കൊരു സന്തോഷം. എന്താണ് ക്രിസ്തുമസ്? അവർ യാത്ര ചെയ്തൊരു കടയിലെത്തി. ആ കടയിൽ നിന്ന് നക്ഷത്ര വിളക്കുകൾ മേടിച്ചു. അപ്പോൾ നക്ഷത്രങ്ങളിൽ ഒന്ന് അവരോടൊരു ചോദ്യം ചോദിക്കുന്നതായി അവർ കേട്ടു. നക്ഷത്രം ചോദിക്കുകയാണ്, നിങ്ങളെയല്ലേ ലോകത്തിന്റെ പ്രകാശങ്ങളാകുവാൻ ദൈവം ഭൂമിയിൽ നൽകിയത്? നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ വീടുകളിൽ കൊണ്ട് കെട്ടിത്തൂക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളാണ് പ്രകാശങ്ങളാകേണ്ടത്, ഈ ലോകത്തിലെ നക്ഷത്ര വിളക്കുകളല്ല. വീണ്ടും അവർ കടന്നു ചെന്നു. ക്രിസ്മസ് കാർഡുകൾ മേടിക്കുവാൻ ശ്രമിച്ചു. കാർഡുകൾ മേടിക്കുന്നതിനിടയിൽ അവരുടെ ഉള്ളിൽ രണ്ടാമതൊരു ചോദ്യം ഉന്നയിച്ചു വന്നു. ആ ചോദ്യം ഇപ്രകാരമാണ്, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ എന്തിനാണ് ഈ കാർഡുകൾ? നിങ്ങളുടെ സ്നേഹം കുറയുന്നതല്ലേ ഈ കാർഡുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവസാനം അവർ വീണ്ടും കടയുടെ അന്ത്യമായ ഒരു സ്ഥലത്തെത്തി. അവിടെ ഇതാ ആടുമാടുകളെ വിൽക്കുന്ന, അവിടെ കൊന്നുകൊടുക്കുന്ന സ്ഥലത്തെത്തി. ആടുകളിൽ ഒന്നിനെ മേടിക്കുവാൻ അവർ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് ആടുകളുടെ ഒരു ശബ്ദം, കന്നുകാലികളുടെ ഒരു ശബ്ദം, ക്രിസ്തു ജനിച്ചപ്പോൾ ഞങ്ങളാണ് അദ്ദേഹത്തിന് സ്ഥലം കൊടുക്കുന്നത്. ഇന്ന് ക്രിസ്തു ജനിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കൊന്നു തിന്നുന്നത് ഞങ്ങളെയാണ്. ഈ സന്ദേശം ശരിയാണോ? ലോകരക്ഷകന്റെ പിറവിയിൽ ഞാനും നിങ്ങളും സർവചരാചരങ്ങളും സന്തോഷിക്കുമ്പോൾ ഈ ആഘോഷങ്ങളിൽ അടിമയാകുന്ന ഈ ആധ്യാത്മികതയെ ഒന്ന് പുനഃപരിശോധിക്കുവാൻ ഈ ക്രിസ്തുമസിലൂടെ സാധിക്കണം. ലാളിത്യമെന്തെന്നറിയാത്തവർ ഉണ്ടാക്കുന്ന പുൽക്കൂടുകളും പ്രകാശമെന്തെന്നറിയാത്തവർ ഉണ്ടാക്കുന്ന നക്ഷത്ര വിളക്കുകളും ഈ വിജ്ഞാന സാഗരത്തിലെ ആധ്യാത്മികതയുടെ അനുഭവമായി മാറട്ടെ. ജഗദീശ്വരൻ നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും പുതിയ ചിന്തയുടെ ക്രിസ്മസ് നവവത്സര ആശംസകൾ.